ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജഅ മിൻ ഗസ്വതി തബൂക് ഫദനാ മിനൽ മദീന ഫഖാൽ ഇന്ന ബിൽ മദീനതി അഖ്വാമൻ മാ സിർതും മസീറാ വലാ ഖതഅതും വാദിയൻ ഇല്ലാ കാനൂ മഅകും ഖാലു യാ റസൂലല്ലാഹ് വഹും ബിൽ മദീന ഖാൽ വഹും ബിൽ മദീനതി ഹബസഹുമുൽ ഉദുർ. റവാഹുൽ ബുഖാരി. സഹീഹുൽ ബുഖാരിയിൽ 4423 നമ്പറായിട്ട് നൽകിയിട്ടുള്ള വചനമാണ്. സഹീഹ് മുസ്ലിമിലെ 1911 നമ്പറായിട്ടും ഈ വചനം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ബാബു സവാബിമൻ ഹബസഹു അനിൽ ഗസ്വി മറലുൻ ഔ ഉദുറുൻ ആഖർ എന്ന് പറയുന്ന അധ്യായത്തിലാണ് ഇമാം മുസ്ലിം അത് നൽകിയിട്ടുള്ളത്. അതായത് ആ അധ്യായത്തിൻ്റെ അർത്ഥം യുദ്ധത്തിൽ നിന്ന് രോഗമോ മറ്റുള്ള പ്രതിബന്ധമോ തടഞ്ഞുവച്ചവൻ്റെ പ്രതിഫലം വ്യക്തമാക്കുന്ന അധ്യായം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ വായിച്ചിട്ടുള്ള ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുകയാണ്. നിശ്ചയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങി. ഫദനാ മിനൽ മദീന, അങ്ങനെ മദീനയോടടുത്തു. ഫഖാൽ, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി അഖ്വാമൻ, നിശ്ചയം മദീനയിൽ ചില സമൂഹങ്ങളുണ്ട്, ചില ജനങ്ങളുണ്ട്. മാ സിർതും അസീറ, നിങ്ങൾ ഒരു വഴി ദൂരവും സഞ്ചരിച്ചിട്ടില്ല. വലാ ഖതഅതും വാദിയ, നിങ്ങൾ ഒരു താഴ്വരയും മുറിച്ചു കടന്നിട്ടില്ല. ഇല്ലാ കാനൂ മഅകും, അവർ നിങ്ങളോടൊപ്പമായിരുന്നിട്ടല്ലാതെ. ഖാലൂ, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വഹും ബിൽ മദീന, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അവർ മദീനയിലാണല്ലോ. ഖാല വഹും ബിൽ മദീന, അവർ മദീനയിൽ തന്നെയാണ്. ഹബസഹുമുൽ ഉദുർ, പ്രതിബന്ധമാണ് അവരെ തടഞ്ഞത്. ഇതാണ് ഹദീസിൻ്റെ അർത്ഥം. അതായത് തബൂക്കിൽ നിന്ന് മടങ്ങി മദീനയിൽ എത്താൻ സമയമാകുമ്പോൾ, തബൂക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് അല്പം വളരെ വഴിദൂരം സഞ്ചരിച്ച് എത്താവുന്ന ഒരു പ്രദേശമാണല്ലോ. അപ്പോൾ അവിടുന്ന് കഠിനമായി ചൂടുള്ള ഒരു കാലഘട്ടമാണ് ആ യുദ്ധത്തിൻ്റെ ഘട്ടം. വലിയ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട്, ചൂടിൻ്റെ പ്രയാസമനുഭവിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ അവർ ആ യുദ്ധത്തിന് പോയി. അങ്ങനെ ആ പ്രയാസമൊക്കെ സഹിച്ച് വരുന്നൊരു ഘട്ടത്തിൽ, മദീനയോടടുക്കാനുള്ള സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയാണ്, മദീനയിൽ ചില ആളുകളുണ്ട്. ആ ആളുകൾ നിങ്ങൾ ഓരോ യാത്രകൾ, ഓരോ വഴിദൂരം സഞ്ചരിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ താഴ്വരകൾ മുറിച്ചു കടക്കുമ്പോഴും അവരും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അവരുടെ ശരീരമില്ല, അവർ മദീനയിലാണ്, പക്ഷേ അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. അഥവാ അവരുടെ നീയത്ത് നിങ്ങളോടൊപ്പമാണ് എന്നുള്ളതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണിത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ നീയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ വചനത്തിൽ പറയുന്നത്. ഇപ്പോൾ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം എന്ന് അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്ന കുറച്ച് ആളുകൾ, ആ ആളുകൾക്ക് അനിവാര്യമായിട്ടുള്ള തക്കതായിട്ടുള്ള കാരണങ്ങൾ വരികയും അങ്ങനെ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വരികയും, അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയല്ലോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം അനുഭവിക്കാനുള്ള അവസരം നഷ്ടമായല്ലോ എന്നുള്ള വലിയ ഒരു നഷ്ടബോധം, ഒരു വ്യസനം അവർക്കുണ്ടായിരുന്നു. ആ നിലക്കുള്ള ഒരു മനസ്സായിരുന്നു അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള
പ്രതിബന്ധം കാരണം യുദ്ധത്തിൽ പങ്കെടുക്കാതെ പോയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശമുള്ള ആളുകൾ, ആ ആളുകൾ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് ഈ ചൂടും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ട്, യുദ്ധത്തിലെ മറ്റുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് മടങ്ങുന്ന നിങ്ങളുടെ ആ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലത്തോടൊപ്പമാണവരും എന്നാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതായത് ഈ ഹദീസിൻ്റെ ആശയം ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, അന്നൽ ഇൻസാന ഇദാനവൽ അമല സ്വാലിഹ്, ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു, ഉദ്ദേശിച്ചു. വലാകിന്നഹു ഹബസഹു അൻഹു ഹാബിസുൻ, പക്ഷേ തടയുന്ന അവനെ തടഞ്ഞു. ഫഇന്നഹു യുക്തബു ലഹു അജ്റു മാ നവാ, അപ്പോൾ അവൻ ഉദ്ദേശിച്ചതെന്തോ അതവന് രേഖപ്പെടുത്തപ്പെടും എന്നാണ് ഈ വചനത്തിൻ്റെ ഒരു താല്പര്യം എന്നുള്ളതാണ്. ഒട്ടേറെ കാര്യങ്ങൾ ഈ ഹദീസിൽ പഠിക്കാനുണ്ട്. നന്മയുടെ വിഷയത്തിൽ, പുണ്യത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ നിയ്യത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠത, നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ആത്മാർത്ഥമായ സത്യസന്ധമായിട്ടുള്ള ഒരു നിയ്യത്തുണ്ടാകാൻ ഇത് പ്രേരിപ്പിക്കുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലൊക്കെ ഇറങ്ങി പുറപ്പെടുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇപ്പോൾ പണ്ട് യുദ്ധമായിരുന്നു, പക്ഷേ ഇപ്പോൾ പല രൂപത്തിലാണ് യുദ്ധങ്ങൾ. ചില ആളുകൾ എഴുത്തുകളിലൂടെ യുദ്ധം, ചില ആളുകൾ ദുരാരോപണങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്, തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല രൂപത്തിലുള്ള ആക്രമണങ്ങളാണ് ഇസ്ലാമിക സമൂഹത്തിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാഹിത്യത്തിലൂടെ, എഴുത്തിലൂടെ, പ്രസംഗത്തിലൂടെ ഒക്കെ, അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഷ്വൽസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് അത്തരം കാര്യങ്ങൾ നേരിടാവുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും നിയ്യത്ത് നന്നാക്കുക എന്നാണ്. സഹീഹുൽ ബുഖാരിയിൽ തന്നെ 2996 വചനത്തിൽ നമുക്ക് കാണാം, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ, ഒരാൾ രോഗിയായി അല്ലെങ്കിൽ യാത്ര പോയി, കുത്തിബലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹിഹ, അയാൾ ആരോഗ്യവാനായിരിക്കുന്ന ഘട്ടത്തിൽ, അയാൾ യാത്ര പോകാത്ത ഘട്ടത്തിൽ എന്തൊക്കെ പ്രവർത്തിച്ചിരുന്നുവോ ആ സൽക്കർമ്മങ്ങളുടെ അതേ പ്രതിഫലം അയാൾ രോഗിയായി ഈ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്ത ഘട്ടത്തിലും, അതുപോലെ തന്നെ ഇയാൾക്ക് രോഗം ബാധിച്ച് പ്രയാസമനുഭവിക്കുന്ന ഘട്ടത്തിലും അതൊക്കെ രേഖപ്പെടുത്തപ്പെടും എന്നാണ്. പക്ഷേ ആളുകളുടെ അവസ്ഥ എന്താ? പലപ്പോഴും നിയ്യത്തുകൾ തെറ്റിപ്പോകുന്ന റുബ്ബ അമലിൻ സഗീരിൻ, എത്രയെത്ര ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ് തുകസ്സിറുഹുന്നിയ്യ, അവൻ്റെ നീയത്താണ് ആ ചെറിയ പ്രവർത്തനങ്ങളെ വലുതാക്കുന്നത്. വറുബ്ബ അമലിൻ കസീരിൻ തുസഗിറുഹുന്നിയ്യ, വലിയ പ്രവർത്തനങ്ങൾ ചില ആളുകൾ ചെയ്യുന്നു, പക്ഷേ നീയത്തോ ചെറുതായിരിക്കും. അപ്പോൾ ഒരുപാട് പണം ചെലവഴിച്ച്, ഒരുപാട് ശാരീരിക സാമ്പത്തിക അധ്വാനങ്ങളൊക്കെ ചെലവഴിച്ച് ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങൾ, അതിൻ്റെ നീയത്ത് ചെറുതാണെങ്കിലോ അത് നഷ്ടമാകും. അതോടൊപ്പം തന്നെ ചെറിയ പ്രവർത്തനങ്ങൾ, പക്ഷേ മനുഷ്യനത് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം മോഹിച്ച് നല്ല നീയത്തോടു കൂടെ ചെയ്യാൻ, അപ്പോൾ ആ ചെറിയ പ്രവർത്തനത്തെ വലുതാക്കുന്നു എന്നുള്ളതാണ്. ഇത് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതാണ്. അഖ്ലിസിൻ നിയ്യ ഫി അമാലിക്, നീ നിൻ്റെ കർമ്മങ്ങളിലെ നീയത്ത് നന്നാക്കുക. യക്ഫിക്കൽ ഖലീൽ മിനൽ അമൽ, അമലിൽ നിന്ന് കുറച്ച് മതിയെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞല്ലോ. ഒരാൾ സത്യസന്ധമായിട്ട് രക്തസാക്ഷിത്വം ആഗ്രഹിക്കുകയാണ്, ആ സത്യസന്ധമായി ആത്മാർത്ഥമായി രക്തസാക്ഷിത്വം ആഗ്രഹിക്കുക. രക്തസാക്ഷിക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ എന്തെല്ലാം ഉന്നതമായ പദവികളാണ്, അങ്ങനെ അവനത് ആഗ്രഹിക്കുകയാണ്. എന്നിട്ടോ അല്ലാഹു തആല അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഉന്നതമായ രക്തസാക്ഷികളുടെ പദവികൾ നൽകുകയാണ്. വ ഇൻ മാത അലാ ഫിറാഷിഹി, അവൻ തൻ്റെ വിരിപ്പിനകത്ത് മരണപ്പെട്ടാലും ശരി. സഹീഹ് മുസ്ലിമിൽ
1909 നമ്പർ വന്നിട്ടുള്ള വചനമാണ്. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത് നമ്മുടെ നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ്. അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.